ഇറാനേക്കാൾ അഖണ്ഡമായ അറബ് രാജ്യങ്ങൾ ആണവായുധ നീക്കങ്ങൾ നടത്തി ലോകരാഷ്ട്രങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കാതെ അവരുടെ ക്രയശേഷി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ കേവലം ഒരു പെൺകുട്ടിയുടെ ശിരോവസ്ത്രം അല്പം സ്ഥാനം മാറി കിടന്നതിന് പോലീസിനെ ഉപയോഗിച്ച് അവളെ ചവിട്ടിക്കൊല്ലുകയും ആയതിൽ പ്രതിഷേധിച്ച് ശിരസിൽ കിടന്ന ഹിജാബും ശിരസിലെ മുടികളും അറുത്തെടുത്ത് കത്തിച്ച് ചാമ്പലാക്കി പ്രതിഷേധിച്ച 500ഓളം സ്ത്രീകളെയും വിദ്യാർത്ഥിനികളെയും പച്ചയ്ക്ക് കൊന്നു തള്ളിയ രാഷ്ട്രമായ ഇറാനിയൻ ഭരണകൂടത്തിന്റെ കയ്യിൽ ആണവായുധം എത്തിച്ചേർന്നാൽ അത് ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. ഇറാനെ നിരായുധീകരിക്കണമെന്നുള്ള ലോകരാഷ്ട്രങ്ങളുടെ അജണ്ട സ്വന്തം ചെലവിൽ നടപ്പിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ നല്ല നാളേക്ക് വേണ്ടി വലിയ നന്മ ചെയ്ത ഇസ്രായേൽ പണ്ടേ ലോകത്തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണെന്നും ലോകത്ത് സാധാരണഗതിയിൽ നിലനിൽക്കുന്ന ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്നതാണ് അവരുടെ നിലപാടെന്നും അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് എന്തുമാകാമെന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ തുനിഞ്ഞിറങ്ങിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വാക്കുകൾ കേവലം ഇസ്ലാമിക പ്രീണന ജൽപ്പനങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ പഹൽവികളെ ചവിട്ടിപ്പുറത്താക്കാൻ കൊമേനിമാരുടെ വാലാട്ടികളായി നിന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് പിൽക്കാലത്ത് ഇറാനിലെ മുല്ലാക്കന്മാർ നൽകിയ പാരിതോഷികങ്ങളെ കുറിച്ച് ഇവർക്ക് അറിയാത്തതാണെങ്കിൽ ചരിത്രത്തിന്റെ താളിൽ നിന്ന് അത് പഠിക്കുക തന്നെ വേണം. മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും തെമ്മാടി രാഷ്ട്രമെന്നും റൗഡി രാഷ്ട്രമെന്നും വിളിക്കുന്ന ഇസ്രായേലിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിലും ഇറാനിൽ ചെന്ന് നീണ്ടു നിവർന്ന് ഇൻക്ലാബ് വിളിക്കാൻ ഒരു സഖാവിനും നട്ടലുണ്ടാകില്ല. അങ്ങനെ ചെയ്താൽ കൊമേനിമാർ അവരെ തൂക്കിയെടുത്ത് തുറങ്കിലടയ്ക്കും. കാരണം പിണറായിയും കൂട്ടരും സപ്പോർട്ട് ചെയ്യുന്ന ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് അന്ധമായ ഇസ്ലാമിക പ്രീണനത്താൽ ഇരട്ടത്താപ്പാടുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. 1920 കാലഘട്ടത്തിൽ രൂപീകരിച്ച ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് മുമ്പോട്ട് പോയെങ്കിലും 1988 കാലത്തോടെ അവർ ചരിത്രത്തിലേക്ക് തിരോഭവിക്കുകയായിരുന്നു. പഹൽവികൾ ഇറാനിൽ ഭരണത്തിലിരിക്കുമ്പോൾ വിദ്യാഭ്യാസപരമായും ഔദ്യോഗികമായും സാംസ്കാരികമായും പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രൗഢിയിലേക്ക് വളർന്നുകൊണ്ടിരുന്ന ഇറാൻ എന്ന പഴയ പേർഷ്യൻ സാമ്രാജ്യം അരാജകത്വത്തിന്റെയും അധപതനത്തിന്റെയും ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴുകയായിരുന്നു. മത തീവ്രവാദം പറഞ്ഞിളക്കി പ്രൗഢമായ ഇറാനിയൻ സംസ്കാരത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് പഹൽവി ഷാകളെ പുറത്താക്കി കൊമേനിമാർ അധികാരത്തിലെത്തിയതോടെയാണ് അന്ന് അയത്തുള്ള കൊമേനിക്ക് ഒപ്പം ചേർന്ന് ഷാ ഭരണത്തിനെതിരെ പൊരുതാൻ മുമ്പിൽ നിന്നവരാണ് ടുഡേ പാർട്ടിക്കാരായ ഇറാനിയൻ കമ്മ്യൂണിസ്റ്റുകൾ. എന്നാൽ ചെങ്കോലും കിരീടവും കയ്യിലെത്തിയപ്പോൾ മൊല്ലാക്കമാർ കമ്മികളെ ക്രൂരമായി അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. 1979 ഇസ്ലാമിക വിപ്ലവത്തോടെ നിലനിൽപ്പ് പരിങ്ങലിലായ ടുഡേ പാർട്ടിയെ അടുത്ത 2 വർഷത്തിനുള്ളിൽ നിരോധിക്കുകയും ചെയ്തു. 1988 ആയപ്പോഴേക്കും ഇൻക്ലാബ് വിളിക്കാൻ ഒരു സഖാവും ഇറാനിൽ ശേഷിക്കാത്ത വിധത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ ഇറാനിൽ കൂട്ടക്കുരുതി കഴിക്കുകയായിരുന്നു എന്നതാണ് ചരിത്രം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം കൊമേനി അധികാരത്തിൽ വന്നപ്പോൾ തങ്ങളെ മുഖ്യസ്ഥാനത്ത് ഇരുത്തുമെന്ന് കമ്മ്യൂണിസ്റ്റുകൾ കിനാവ് കണ്ടെങ്കിലും ഇസ്ലാം വിരുദ്ധ പാർട്ടി എന്ന കാരണത്താൽ ആയത്തുള്ള കൊമേനി കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്തുകയും പാർട്ടി പ്രവർത്തകരെ വ്യാപകമായി അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും കൊന്നു തള്ളുകയും ചെയ്തു. ലോകത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ വളർച്ച പ്രാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അരാജകത്വങ്ങൾ തളം കെട്ടി കിടന്നിട്ടുണ്ട് എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതുപോലെ ഇറാനിൽ മാത്രമല്ല, ലോകത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഏതൊക്കെ രാജ്യത്ത് ഇസ്ലാമിക ഭരണകൂടം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർ കമ്മ്യൂണിസ്റ്റുകളെ നിർദ്ദയം കൊന്നു തള്ളിക്കൊണ്ട് തങ്ങളുടെ മത അജണ്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള ഭരണവും ഇറാഖിലെ സദാം ഹുസൈൻ ഭരണവും അതിന് കേവലമായ ഉദാഹരണം മാത്രമാണ്. തങ്ങളുടെയും തലമുറകളുടെയും സുരക്ഷിതമായ ജീവിതത്തിന് വിലങ്ങുതടിയായി വെല്ലുവിളിച്ചു നിൽക്കുന്ന രാഷ്ട്രത്തെ പ്രതിരോധിച്ച് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിച്ച ഇസ്രായേലോ അതോ കാലങ്ങളായി പശ്ചിമേഷ്യയെ ഇസ്ലാമിക ഭീകരതയുടെ ഹബ്ബാക്കി മാറ്റുകയും ആണവായുധ ഭീഷണി മുഴക്കി ലോകത്തിനാകമാനം ഭീതിയാവുകയും ചെയ്ത ഇറാനോ? ആരാണ് അസൽ തെമ്മാടികളെന്ന് സാമാന്യ ബോധമുള്ള മനുഷ്യർ പറയട്ടെ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അവജ്ഞയോടെ തള്ളിക്കളയാം.